ചേച്ചി ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ കട തുടങ്ങിയിട്ട് അല്ലേ? പക്ഷെ ഈ പണികളൊക്കെ അറിയാം. എത്ര കാലൊക്കെ അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് ഹോട്ടലിലൊക്കെ? ഹോട്ടലൊക്കെ 8 വർഷം. എല്ലാ പണികളും പഠിച്ചപ്പോ ഞായറാഴ്ച ദിവസം പന്നി ഇറച്ചി തോരയുണ്ട്. അതാണെങ്കിൽ അത് ഒരു പ്ലേറ്റ് 120 രൂപ. അത് ഞായറാഴ്ച അത് മാത്രം. ഞായറാഴ്ച അതും വൈകുന്നേരം മാത്രമാണ്. വൈകുന്നേരം മാത്രം. അത് 4 മണിയാകുമ്പോ ഞായറാഴ്ച 4 മണിയാകുമ്പോ പോർക്ക് തോരയാവും. ഇതാണെങ്കിൽ ചിക്കൻ തോരനാണ്. അപ്പൊ ഇതെല്ലാ ദിവസവും കാണും കേട്ടോ. വൈകുന്നേരം ആണെന്ന് മാത്രം, എന്നാലും എല്ലാ ദിവസവും ഉണ്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ പന്നി തോരനാണ്. തിരുവനന്തപുരത്ത് മാത്രമേ പന്നി തോരൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ. നോക്കി, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ, അതിൻ്റെ ഒരു പൊടി കണ്ടോ? ചിക്കൻ കറിയാണ്. എല്ലാം ഇങ്ങനെ കുറേശ്ശെ ആട്ടോ ഉണ്ടാക്കണേ, കാരണം അധികം ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണം ഇനി. അപ്പം അതുകൊണ്ട് എല്ലാം കുറേശ്ശെ ഉണ്ടാക്കുകയാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ഓരോ ജില്ലയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴേ ആ ഓരോ ജില്ലയിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ അവിടെ മാത്രം കിട്ടുന്നത് കാണും അല്ലേ? അങ്ങനെ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ചില സംഗതികളാണ് ഈ ചിക്കൻ തോരനും പന്നി തോരനും രസവടയും ഒക്കെ. ചിക്കൻ തോരൻ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ, കാസർഗോഡൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്വാദാണോ എന്ന് അറിയില്ല, ഞാൻ പോയി കഴിച്ച് നോക്കിയിട്ട് പറയാം. എന്തായാലും തിരുവനന്തപുരത്ത് മാത്രം ഞാൻ കണ്ടിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ എല്ലാം അതുപോലത്തെ സ്പെഷ്യലാണ്. ചിക്കൻ തോരനും പന്നി തോരനും ഒക്കെ കിട്ടുന്ന ഒരു കട. ഒരു മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇവർ അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ മോൻ ജോബിനാണ് എനിക്കൊരു മെസ്സേജ് അയക്കണത്, ഇങ്ങനെ ഒരു കട തുടങ്ങി ചേച്ചി ഒരു ദിവസം വരാമോ എന്ന് ചോദിച്ചിട്ട്. ഈ സ്ഥലത്തിന് പറയാം കാപ്പിവിള. കാപ്പിവിള എന്ന് വെച്ചാൽ അന്തിയൂർക്കോണത്തിനും മലയും കീഴിനും ഇടയിലാണ് വരിക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യൽ കോംബോ ഉണ്ടല്ലോ, ദോശ, ചമ്മന്തി, മുളക് കറി, പിന്നെ രസവട. രസവട ഇല്ലാതെ എന്ത് ദോശ അല്ലേ? പിന്നെതാ പപ്പടം. എത്ര മണിക്ക് എവിടെ വരിക? ഇവിടെ 11 മണിയൊക്കെ ആകുമ്പോ ഇവിടെ വരും. അരിയൊക്കെ അരച്ചെടുക്കും. ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്യാം. ഒരു 4, 4:30, 5 ആകുമ്പോ ഇവിടെ തുടങ്ങും. എത്ര മണി വരെ ഇനി ഇവിടെ ഉണ്ടാവും? 11, 11:30, 12. മാക്സിമം 12 മണി വരെ. 12 മണി വരെ കാണും. ഇറച്ചിയൊക്കെ എങ്ങനെയാ? എത്ര പൈസക്കൊക്കെയാ കൊടുക്കണേ? ഇറച്ചി ചിക്കൻ തോരൻ 80 രൂപ, ചിക്കൻ കറി 90 രൂപ, ചിക്കൻ ഫ്രൈയും 90. നിങ്ങൾക്ക് അങ്ങനെ അടവൊന്നുമില്ല? അപ്പൊ എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ചില ദിവസം തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം തുറക്കൂല, സൺഡേ തുറക്കും. ഞാനപ്പോ ദോശയും പന്നി തോരനും കൂടിയാണ് മേടിച്ചത് കേട്ടോ. നമുക്കിത് ഇങ്ങോട്ടിടാട്ടാ. നല്ല നെയ് കഷ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞായറാഴ്ച ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം ഈ ഒരു 4:30, 5 മണി സമയത്തൊക്കെ വരുന്ന കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടങ്ങളിലൊക്കെ ഇറച്ചി വെട്ടുന്നത്, ഈ പന്നി ഇറച്ചി കിട്ടുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങളവിടെ അങ്കമാലി സൈഡിലേക്കൊക്കെ എല്ലാ ദിവസവും എല്ലായിടത്തും കിട്ടും. കാരണം എല്ലാ ദിവസവും വെട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ചന്തയിലൊക്കെ പ്രത്യേകിച്ചും. അത് ബീഫ് കിട്ടും, പോർക്ക് കിട്ടും, എല്ലാ സാധനവും എല്ലാ ദിവസവും കിട്ടും. പക്ഷെ ഇങ്ങടേക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഞായറാഴ്ച മാത്രം. ഞാനൊരു പീസ് കഴിച്ചു നോക്കട്ടെ. നല്ല തേങ്ങയും മസാലയൊക്കെ അതിൻ്റെ പുറത്ത് പുരണ്ടിങ്ങനെ ഇരിക്കുക. അപ്പം അടിപൊളി. ഇവിടെ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ 1-2 വീഡിയോയിൽ പന്നി തോരൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര വ്യത്യാസമാണ് ആ ഒരു മസാലയും. തേങ്ങ ചേരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. തേങ്ങയും ചെറിയ ഉള്ളിയും, അതാണ്. അപ്പം ഞാൻ ഇനി ഒരു ദോശയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ദോശയും ചേച്ചിയുടെ അമ്മയ്ക്ക് കടയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കടയിൽ നിന്ന് എല്ലാ പണിയും ഒക്കെ പഠിച്ചതാ. അങ്ങനെയാണ് ഇപ്പോൾ ഈ തട്ടുകട തുടങ്ങാം എന്ന് വിചാരിക്കുന്നത്. പിന്നെ സപ്പോർട്ടിന് ജോബിനുണ്ട്, ജോബിൻ്റെ വൈഫ് അനു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും പാചകത്തിനോട് ഇഷ്ടമുള്ള ആളുകളാണ്, ചെയ്യാൻ അറിയണവരുമാണ്. ജോബിനായാലും എല്ലാവർക്കും പണി അറിയാം. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ പുറമേ നിന്ന് ഒരു ജോലിക്കാരെ വയ്ക്കാതെ തന്നെ ഇവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ അതിനനുസരിച്ച് ആൾ വരണം. ഒരു മാസം എന്ന് പറയുമ്പോൾ തുടക്ക സമയമാണല്ലോ. അപ്പം അധികം ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല ഇവർ കട തുടങ്ങിയ കാര്യം. അപ്പം അങ്ങനെ ഒരു വീഡിയോ പോകുമ്പോൾ കുറച്ച് പേരും കൂടി അറിയും, അന്നൊരു സപ്പോർട്ട് ചെയ്യല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും നല്ല ഭക്ഷണമാണ് കേട്ടോ. ഇതുപോലെ നാരങ്ങ വെള്ളവും കൂടെ കിട്ടും കേട്ടോ, 10 രൂപയ്ക്ക്.
ചിക്കൻ തോരനും പൊറോട്ടയും അപ്പം ലൈവായിട്ട് അടിച്ച ചൂട് പൊറോട്ട. ഇവിടുത്തെ ബാക്കിയുള്ള സ്പെഷ്യലുകളാണ് ഈ ചിക്കൻ തോരൻ, അതുപോലെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ഇതാ ഇങ്ങനെ 3 പീസാണ് 90 രൂപയ്ക്ക്. ഈ പൊടി കണ്ട ഞാൻ പറഞ്ഞ ഭയങ്കര രസമാണ് ഈ ഒരു മസാല. നമ്മളൊരു കഷ്ണം ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് ഈ പൊടിയിലിതാ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് കഴിക്കണം. ഇപ്പം എരിവുണ്ട്, കാരണം മുളകിൻ്റെ ഒക്കെ കൂടിയുള്ള, എന്നാലും ആ പൊടിയും ചിക്കൻ അതിനകത്ത് നോക്കി കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദം. നമ്മളിതിനു മുമ്പേ വിഴിഞ്ഞത്തൊരു തട്ടുകടയിൽ പോയപ്പോൾ ഈ സെയിം ടേസ്റ്റിൽ ഇങ്ങനത്തെ പൊടിയൊക്കെ ചേർത്ത് കിട്ടിയായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരിടത്തും അങ്ങനെ കഴിച്ചിട്ടില്ല. നിങ്ങളുടെ രസമുണ്ട്. ആ പൊടിയാണ് അതിൻ്റെ ഏറ്റവും സ്വാദ് ഉണ്ടാക്കുന്ന സാധനം. ഇതാ അപ്പോൾ രസവട കഴിക്കാതെ എങ്ങനെയാണ് പോവുക? അതുകൊണ്ട് ഞാനൊരു രസവട മാത്രമായിട്ട് മേടിച്ചതാ. ഇത് രസം, രസത്തിലിടുന്ന പരിപ്പ് വടയാണ് രസവട. എപ്പോഴും ചോദിക്കുമല്ലോ, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയണേ കേട്ടോ. ഇനി അടുത്തൊരു കുക്കിംഗ് റെസിപ്പി നമ്മൾ തയ്യാറാക്കുമ്പോൾ രസവട കാണിച്ചു തരാം. തിരുവനന്തപുരത്തുള്ളവരൊക്കെ ചിരിക്കും, രസവട ഉണ്ടാക്കപ്പോൾ ആർക്കും അറിയാത്തതെന്ന് പറയും. പക്ഷെ എന്താണെന്ന് മനസ്സിലാവാത്ത കുറേ ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തത്. നമുക്ക് ഈ രസവടേനെ ഒന്ന് കേരളം മൊത്തം ജനകീയമാക്കി കൊടുക്കാം. എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പോൾ എപ്പോഴും ആളുകൾ ഇങ്ങനെ എന്താ രസവട ചോദിക്കില്ലല്ലോ. അത് ഞാൻ ഈ രസം വെച്ചിട്ട് കുടിച്ചു നോക്കട്ടെ. ഈ രസവടയ്ക്ക് രസം ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി പുളിപ്പ് മുന്നിട്ട് നിൽക്കുന്ന രസമായിരിക്കണം. പിന്നെ നല്ലോണം വലിയ ഇല ഇടണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഈ രസത്തിന് ഈ പരിപ്പ് വട കിടന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പരിപ്പ് വടയുടെ ഒരു സ്വാദാണ് ഈ രസത്തിന് ഉണ്ടാവുക കേട്ടോ. പരിപ്പ് വടയ്ക്ക് രസത്തിൻ്റെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടാണ് നിൽക്കണം. എനിക്ക് ദോശയുടെ ഒക്കെ കൂടെ കഴിക്കണേക്കാൾ ഇഷ്ടം ഇതിങ്ങനെ കഴിക്കാനാണ്. എന്നിട്ട് ഒരു കട്ടൻ കാപ്പി കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ ഇത്രയൊക്കെയാണ് മിനി ചേച്ചിയുടെ അമ്മ ഹോട്ടലിലെ വിശേഷങ്ങൾ. അമ്മ ഹോട്ടൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്, കാരണം അവരുടെ അമ്മ തുടങ്ങിയ ഹോട്ടലിന് അത് വേറൊരു പേര് അവർക്കില്ല. അതുകൊണ്ട് അമ്മ ഹോട്ടൽ എന്നാണ്. നമ്മുടെ റോഡിൽ നിന്ന് വരുമ്പോൾ തന്നെ ചേച്ചി അവിടെ നിന്ന് ദോശ ചുടന്ന് കാണും. മുകളിലാണ് തട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ അകത്തേക്ക് ഇരിക്കാനും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. വണ്ടികളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് അവിടെ നിർത്തി ഇറങ്ങാനൊക്കെ പറ്റുന്നൊരു സൗകര്യമുണ്ട്. കാപ്പിവിള എന്നാണ് സ്ഥലത്തിന് പറയാം. ഇവിടെ ഒരു CSI ചർച്ചൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ്. നേരെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അന്തിയൂർക്കോണമായി, പുറകിലിട്ട് പോയി കഴിഞ്ഞാൽ മലയങ്കീഴുമായി. അപ്പോൾ 2 പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ഇടയിലാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മിക്കണം, പന്നിത്തോരൻ ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.